ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസി, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചല്യമേറിയ നാമത്തിൽ എന്നെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുവാനും കർത്താവിന്റെ വചനം സംസാരിപ്പാനും ഒക്കെ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ആൻറ്റി ഞായറാഴ്ചയ്ക്കാണ് എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഞായറാഴ്ച സൗകര്യക്കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ തിങ്കളാഴ്ച പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് സമ്മതിച്ചു. കാരണം ഇവിടെ സമയം 4:30 ആയിട്ടേ ഉള്ളൂ. വെളുപ്പിനെ ഞങ്ങൾ ഈ ഞായറാഴ്ചകളിൽ പ്രാർത്ഥനയും ആരാധനയെല്ലാം കഴിയുമ്പോൾ തന്നെ 10 മണിയാവും. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയി പിന്നെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഉറങ്ങുമ്പോൾ ഒരു 12-1 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഉറങ്ങാറ് ഞായറാഴ്ചകളിൽ. ഉം. ഞായറാഴ്ചകളെന്നല്ല, എന്നും ഏകദേശം ആ സമയമൊക്കെ ആവും ഞങ്ങൾ കിടക്കുമ്പോൾ. എന്നിട്ട് രാവിലെ ഈ 4:30 എന്ന് പറയുമ്പം ഉം, നല്ല ഉറങ്ങുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഉറക്കത്തിന്റെ അതൊക്കെ വിട്ടു വരുന്നേ ഉള്ളൂ. എങ്കിലും പ്രിയ ആന്റി പറഞ്ഞപ്പോ കർത്താവിന്റെ വചനം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ദൈവമേൽപ്പിച്ച ശുശ്രൂഷയാണത്. അത് നമ്മള് ഏത് സമയത്തോ, രാത്രിയെന്നോ പകലെന്നോ അർദ്ധരാത്രിയെന്നോ എന്നൊന്നുമില്ല. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അത് ഏത് സമയത്തും നമ്മൾ ചെയ്യാൻ ഒരുക്കമുള്ളവരായിരിക്കണം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എങ്കിലും ഇന്ന് പ്രഭാതത്തിലും കടന്നു വരുവാനും ഒരുമിച്ചായിരിക്കാനും എല്ലാം കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ 10-36 പേർക്ക് ഒരുമിച്ച് കൂടാൻ പ്രഭാതം ഒരുക്കിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം പലപ്പോഴും കോവിഡിന്റെ ആ കാലഘട്ടമായിരുന്നു സൂമിന്റെ കാലഘട്ടം. എന്നാൽ കോവിഡ് കഴിഞ്ഞു, വർഷങ്ങൾ ഇങ്ങോട്ട് പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ആരാധനയും ഉപവാസ പ്രാർത്ഥനകളും ഒക്കെ ഇപ്പോ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വീണ്ടും ഈ സൂമിലും കടന്നു വരുവാൻ നിങ്ങൾക്ക് ഈ പ്രഭാതത്തിലതും ഈ തിങ്കളാഴ്ചയുടെ പ്രഭാതത്തിൽ കടന്നു വരുവാനൊക്കെ ഒരു മടി കൂടാതെ രാവിലത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള തിരക്കാണ്. ആ തിരക്കിന്റെ ഇടയിലും കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നിങ്ങൾ ഹൃദയത്തിൽ ദൈവം നൽകിയ നല്ല ആ താല്പര്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നാട്ടിലൊക്കെ ആണെങ്കിൽ 10 മണിക്കാണ് ഇവിടെ ഓഫീസൊക്കെ ഡ്യൂട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ പിള്ളേരെ സ്കൂളൊക്കെ 7:30ക്കാണ് തുടങ്ങുന്നത് രാവിലെ. അപ്പോൾ പിള്ളേർ ഒരു 6 മണി 6 മണി 5:45 പിള്ളേർ എഴുന്നേക്കണം. എല്ലാവരും ഡ്യൂട്ടിയൊക്കെ 7 മണിക്ക് ഇവിടുത്തെ സ്റ്റാർട്ടിങ്. നേരത്തെ തീരുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഈ സമയമാണ് കുഴപ്പമില്ല. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാനും തിരക്കായി പോവും. എങ്കിലും ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ എല്ലാം ദൈവം നിങ്ങളോട് ഇടപെടേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. അല്പസമയത്ത് ദൈവജന ചിന്തകൾക്കായി ഞാൻ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ ചിന്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത എബ്രായ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഹൃദയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇന്നലെയും ചർച്ചിൽ കഴിഞ്ഞ 2-3 ആഴ്ചയൊക്കെ ഞാനിങ്ങനെ ഈ ചിന്തയാണ് ദൈവവചനമായിട്ട് ജനത്തോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. നമുക്കറിയാം 12-ാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അടുത്ത പദം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. 4-ാമത്തെ വാക്യം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ലല്ലോ. അനുഗ്രഹമേറിയൊരു ദൈവവചനമാ. വലിയ അനുഗ്രഹത്തിന്റെ മെസ്സേജ് ഒന്നുമല്ല, പ്രഭാതമല്ലേ. എല്ലാവരും ഒന്ന് വലിയ ബൂസ്റ്റ് ചെയ്യുന്ന വലിയ അനുഗ്രഹത്തിന്റെ മെസ്സേജ് ഒന്നും അല്ല. പ്രത്യേക എൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വലിയൊരു ഉണർവ് ഒന്നും വളരെ കുറവായിരിക്കും. കാരണം ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അതാ. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന ആഴമേറിയൊരു ചിന്തയാ പൗലോസ് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നേ.
നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ്. ഈ ലോകത്തിലെ ആറടി മണ്ണിൽ ഒതുങ്ങുന്ന ഒരു ജീവിതമല്ല, മണ്ണിനപ്പുറം നിത്യമായ ഒരു ജീവിതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നിത്യമായ ജീവിതത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ലോകത്തെ ഭാരവും മുറുകെ പറ്റുന്ന പാപത്തെ ഒക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ സിയോൻ യാത്രയെങ്കിൽ, എൻ്റെ പ്രിയ സ്നേഹിതരെ, നമുക്കൊരിക്കലും നമുക്ക് ആ നിത്യരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. നമ്മുടെ ലക്ഷ്യം എന്താ? ഈ ലോക ജീവിതത്തിലെ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യം നമ്മുടെ അപ്പന്റെ വീട്ടിൽ ചെന്നു ചേരുക എന്നതാണ്. അതിന്റെ അപ്പുറത്ത് നമുക്ക് ഈ ലോകത്ത് ജീവിക്കും മറ്റൊന്നുമില്ല. ഈ ലോകത്ത് വിശ്വസതയോടെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച ദൈവവേദന നമ്മളെങ്കിൽ, ഇതിനകത്ത് ഈ പ്രഭാതത്തിൽ ഉറപ്പോടെ പറയാം, നമുക്ക് വേണ്ടി ദൈവം കരുതും. ദൈവം കരുതും. ഏത് സാഹചര്യമാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും, ചെങ്കടൽ അതിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും ചെങ്കടലിനെ നോക്കി നീ ഭാരപ്പെടേണ്ട. നമുക്കറിയാം, ഇസ്രയേൽ ജനം ഇറങ്ങിത്തിരിച്ച ഇസ്രയേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുകയാ. ജനമെല്ലാം പിറുപിറുക്കാൻ തുടങ്ങി, മോശയ്ക്ക് വിരോധമായി എഴുന്നേൽക്കാൻ തുടങ്ങി. മിസ്രൈമിലെ നിന്ന മതിയായിരുന്നു, അവിടുത്തെ ആ കഠിനമേറിയ വേല മതിയായിരുന്നു എന്നൊക്കെ ഇസ്രയേൽ ജനം മോശയ്ക്ക് നേരെ പിറുപിറുക്കുമ്പോഴും മോശയ്ക്കറിയാം, എന്നെ വിളിച്ചവൻ ദൈവമാ, എന്നെ വിളിച്ചവൻ ദൈവമാ, എന്നെ വിളിച്ചവൻ ദൈവമാ. ഞാൻ മനുഷ്യന്റെ മുഖം കണ്ടിട്ടോ ഫറവോനെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ ചാർച്ചക്കാട് മുഖം കണ്ടിട്ടല്ല ഈ ജനത്തെ നയിപ്പാൻ ഇറങ്ങിത്തിരിച്ചത്. അതിനപ്പുറം എന്നെ വിളിച്ചൊരുവനുണ്ട്. പർവ്വതത്തിൽ മുൾപ്പറപ്പിൽ വെളിപ്പെട്ട തേജസ് കണ്ടിട്ട് ആ തമ്പുരാന്റെ ശബ്ദം ഡയറക്റ്റായിട്ട് കേട്ടിറങ്ങിയവനെ ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം, ഈ ചെങ്കടലാണെങ്കിലും അതിനെ മറികടന്നപ്പുറം കടത്തുവാൻ കഴിവുള്ളവനല്ല ഞാൻ ആശ്രയിക്കുന്നത്. ഈ പ്രഭാതത്തിലും ആ ദൂത് തന്നെ കൈമാറിയ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന അനുഭവത്തിലാണ് ഈ പ്രഭാതത്തിലായിരിക്കുന്നെങ്കിൽ, പല പരിശോധനകൾ ജീവിതത്തിൽ കടന്നു വന്ന്, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഓരോന്നും ജീവിതത്തിൽ കടന്നു വന്ന്, കർത്താവേ എങ്ങനെ ഇന്നത്തെ പ്രഭാതം മുമ്പോട്ട് നയിക്കാൻ കഴിയും, എങ്ങനെ തള്ളി നീക്കും എന്ന് ചിന്തിച്ച് ആകുലപ്പെട്ടാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ, സ്നേഹിത, ചെങ്കടലിനെ തകർത്ത് നിന്നെ അപ്പുറത്ത് കടത്തുവാൻ കഴിയുന്ന ദൈവത്തിലാണ് എൻ്റെ ആശ്രയം എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആ വിശ്വാസം ഒരു പടി കൂടെ വർദ്ധിക്കുന്നുവെങ്കിൽ, ചെങ്കടലിനെ തകർത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ ഇന്ന് അനുഭവിക്കുന്ന പരിശോധനകൾ മാറി, പ്രതികൂലങ്ങൾ മാറി, ദൈവം നിങ്ങളെ മാനിക്കുവാൻ ഇന്നും ആ ദൈവത്തിന്റെ കരം കുറവ് പോയിട്ടില്ല, അത് ചലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ദൈവം നൽകട്ടെ. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയമാണോ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന, അതിന്റെ മുമ്പിൽ ദൈവത്തിന്റെ കരം ഈ പ്രഭാതത്തിൽ വെളിപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. നോക്കി, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അടുത്ത പദം നിങ്ങൾക്ക് ഓടാൻ കഴിയുന്നില്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനോട് ഓർമ്മ വയ്ക്കുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുക, പാപത്തോട് പോരാടുന്നതിൽ പാപത്തോട് നാം പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുകയാ. എൻ്റെ പ്രിയ സ്നേഹിതേ, പാപത്തോട് നാം പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. എത്ര ആഴമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. പാപത്തോട് പ്രാണത്യാഗം എന്ന് വെച്ചാൽ ജീവൻ പോകേണ്ടി വന്നാലും ഇനി മരിക്കുന്നത് വരെ പാപത്തോട് എതിർത്ത് നിൽക്കണം. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, ഒരു സുഖകരമായ അല്ലെങ്കിൽ സന്തോഷകരം നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം, ഒരു ആത്മീക ജീവിതം നയിക്കണമെങ്കിൽ, പാപത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു ഭക്തന് മാത്രമേ അതിന് സാധ്യമാകത്തുള്ളൂ. ഈ ലോകത്തെ കണ്ട് ലോകത്തിന്റെ മോഹങ്ങളിലും ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥന, ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഇന്ന് പകൽ നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ നിങ്ങളുടെ ജീവിതം ഏത് അനുഭവത്തിലാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഒരു വശത്ത് കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നുണ്ട്, ശരിയാ, എന്നാൽ മറുവശത്ത് ഈ ലോകവും ലോകത്തിലുള്ള സുഖങ്ങളും ലോകത്തിന്റെ സന്തോഷങ്ങളുമാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ലക്ഷ്യ തുറമുഖത്തെത്തുവാൻ കഴിയുകയില്ല. ഒരിക്കലും നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുകയില്ല. അതിനപ്പുറം ദൈവിക വിടുതൽ ഈ ദേശത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുകയില്ല. പ്രാപിച്ചെടുക്കണമെങ്കിൽ പാപത്തോട് പ്രാണത്യാഗത്തോളോ എതിർത്ത് നിൽക്കുവാനുള്ള ഒരു ഹൃദയോ ഒരു മനസ്സകത്ത് വെളിപ്പെടുന്ന ഒരുവനും മാത്രമേ കഴിയുകയുള്ളൂ. ഈ
കാലഘട്ടം ദുഷ്ടകാലഘട്ടമാ. മനുഷ്യനെ ഏത് നിലയിലും വശീകരിച്ചുകൊണ്ട് മനുഷ്യനെ എങ്ങനെയെങ്കിലും ദൈവഭാഗത്തു തള്ളിക്കളയുവാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാ. അനേകർ വീണുപോകുന്നു, അനേകർ വീണുപോകുന്നു. സഹോദരങ്ങൾ, എന്റെ കൺമുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? എത്രയോ സഹോദരങ്ങൾ, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത എത്രയോ പേർ, ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത എത്രയോ പേർ പാപത്തിന്റെ ചതിക്കുഴിയിൽ വീണുപോയി. അപമാനപാത്രമായി, പരിഹാസ വിഷയമായി, ചർച്ചക്കാരുടെ നടുവിൽ, സഹോദരങ്ങളുടെ നടുവിൽ, ദേശത്തിന്റെ മുമ്പിൽ ഒരു അപമാനപാത്രമായി മാറിയ എത്രയോ പ്രിയപ്പെട്ടവർ നമ്മുടെ കൺമുമ്പിൽ ദൃഷ്ടാന്തമായി നിൽക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിച്ചുണർത്തുകയാ. പാപത്തോട് പ്രാണത്യാഗത്തോടോ എതിർത്തു നിൽക്കുന്നവരും മാത്രമേ ആ നിത്യ കിരീടം, ആ ജീവ കിരീടം പ്രാപിച്ചെടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ. പാപത്തോട് പോരാടണം പ്രിയ മക്കളെ. നമുക്കറിയാം പാപം, നമുക്കറിയാം പാപത്തിന്റെ ഉത്ഭവം. നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തെ എന്താ? ദൂതന്മാരുടെ യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടമാ. ദൈവവും തന്റെ ദൂതന്മാരും മാത്രമായിരുന്ന ഒരു കാലഘട്ടം. ആ കാലം നമുക്കറിയാം, ദൈവത്തിന്റെ ദൂതന്മാർ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ദൂതന്മാരാരാ? ലൂസിഫർ, മീഖായേൽ, ഗബ്രിയേൽ, ഇവരൊക്കെ ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരായ ദൂതന്മാരാ ആ കാലഘട്ടത്തിൽ. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠനായ ദൂതനായിരുന്നാല് ലൂസിഫർ. നമുക്കെല്ലാം പഠിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാ. ഏറ്റവും ശ്രേഷ്ഠനായ ദൂതൻ, സാമർത്ഥ്യമുള്ള കഴിവുള്ള ഒരു ശക്തനായ ഒരു ദൂതനാ ലൂസിഫർ. ദൈവം മറ്റു ദൂതന്മാരെ കാട്ടി ഏറ്റവും ശ്രേഷ്ഠത നൽകി, ഏറ്റവും മാന്യത നൽകി, ഏറ്റവും ശ്രേഷ്ഠകരമായ പദവികൾ നൽകി അലങ്കരിച്ച ഒരു ദൂതനാ ലൂസിഫർ. എന്നാൽ ഈ പദവികളും ഈ സ്ഥാനവും ഈ അംഗീകാരങ്ങളും ഒക്കെ അങ്ങോട്ട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ അകത്ത് വന്നൊരു ചിന്ത എന്താ? എനിക്ക് ദൈവത്തിന് സമനായി തീരാൻ കഴിയൂ. ദൈവം ഇരിക്കുന്ന സിംഹാസനം, എനിക്ക് ആ സിംഹാസനത്തിൽ കയറി ഇരിക്കാൻ കഴിയൂ. ദൈവസന്നദ്ധി, ആ ദൈവം ഇരിക്കുന്ന സ്ഥാനം, ദൈവത്തെ മാറ്റിയിട്ട് എനിക്ക് അവിടെ അധികാരം നടത്തുവാൻ, ദൈവത്തിന്റെ ആ ഒരു അധികാരം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്ന ചിന്ത അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയ സ്നേഹിതരെ, എന്താ പാമോ നോക്കിയേ. ദൈവം വിശ്വസ്തനെന്ന് എണ്ണി ഏൽപ്പിച്ചതിൽ അവൻ അവിശ്വാസം കാണിച്ചു. ഈ ലൂസിഫർ വലിയ തെറ്റോ അല്ലെങ്കിൽ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം വിശ്വസ്തനെന്ന് എണ്ണി അവനെ ഏൽപ്പിച്ച ആ ശുശ്രൂഷ, ആ കർത്തവ്യത്തിൽ അവൻ അവിശ്വസ്തത കാണിച്ചു. പ്രിയ സ്നേഹിതരെ, എന്താ പാപം? ദൈവം നമ്മെ വിശ്വസ്തനെന്ന് എണ്ണി ഏൽപ്പിച്ച നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്, നിരവധി പദവികളുണ്ട്. അതിൽ നമ്മൾ അവിശ്വസ്തത കാണിക്കുന്നു എങ്കിൽ പാപം. നമ്മളെ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി ഏൽപ്പിച്ച എത്രയോ ഉത്തരവാദിത്തങ്ങളാ. നാം വിശ്വസതയോടെ വ്യാപാരം ചെയ്യും, വിശ്വസതയോടെ അതിനെ പരിപാലിക്കും എന്നൊക്കെ ദൈവം കണ്ടിട്ടാ നമുക്ക് ദൈവം ഓരോന്നും ദൈവം നൽകിയത്. പക്ഷേ നമ്മൾ അതിൽ പലപ്പോഴും അവിശ്വസ്തനായി തീരുന്നെങ്കിൽ പാപമാ. പ്രിയ സഹോദരങ്ങളെ നോക്കിയേ, നമുക്ക് ദൈവം ഒരു കുടുംബജീവിതം നൽകി. എന്തുകൊണ്ടാ? നീ വിശ്വസ്തനെന്ന് എണ്ണിയത് കൊണ്ടാ. നമുക്ക് നല്ലൊരു ഭാര്യ അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ ദൈവം നൽകിയത് എന്തുകൊണ്ടാ? നാം വിശ്വസ്തനാ. അവരെ നന്നായി പരിപാലിക്കും, അവരെ സ്നേഹിക്കും, കരുതും എന്നൊക്കെ തമ്പുരാൻ അറിഞ്ഞിട്ടാ ഇതൊക്കെ നൽകി. പക്ഷേ അതിൽ നമ്മൾ അവിശ്വസ്തത കാണിക്കുന്നുവെങ്കിൽ ഇന്ന് കണ്ടില്ലേ എത്രയോ കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ കുടുംബജീവിതം തകർന്ന് തരിപ്പണമായി പോയ എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് അറിയാവുന്നതല്ലേ? മറ്റുള്ളവരോട് ഒന്നും ചോദിക്കേണ്ട, നമ്മുടെ കൺമുമ്പിൽ തന്നെ എത്രയോ അനുഭവങ്ങളാ. ഇതൊക്കെ എവിടെയാ? ദൈവം വിശ്വസ്തനെന്ന് എണ്ണി ഏൽപ്പിച്ചത്. പക്ഷേ അവിശ്വാസം അതിലേക്ക് കടന്നു വരുമ്പോൾ ശത്രുവാകുന്ന പിശാചാകുന്നവർ അവരെ പല തന്ത്രങ്ങളിലൂടെ വശീകരിച്ച് നോക്കിയ വലിയ അപമാനപാത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവില നാം വന്ന് നിൽക്കുന്ന. ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസതയോടെ അതിനെ പരിപാലിക്കുക. ദൈവം നൽകിയ കുടുംബജീവിതത്തിന്റെ പവിത്രതയെ കെടുത്തേണ്ടത് ശത്രുവാകുന്ന പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ വരും. പ്രിയ സഹോദരങ്ങളെ, വരുമ്പോൾ നമ്മുടെ കണ്ണിന് ഇമ്പമേറിയതിനെ, നമ്മുടെ കാതിന് ഇമ്പമേറിയതിനെ നമ്മുടെ ജീവിതത്തിന് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അതിനെയെല്ലാം ജയിക്കുവാൻ, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവം എനിക്ക് നൽകിയതിനെ ഞാൻ വിശ്വസതയോടെ പരിപാലിക്കൂ, ദൈവം ഏൽപ്പിച്ചതിനെ പരിപാലിക്കുമെന്ന ആ ചിന്തയോടെ ജീവിച്ചില്ലെങ്കിൽ പലപ്പോഴും ശത്രുവിന്റെ കെണിക്കൊക്കെ തകർപ്പെട്ടു പോകും. ഒരു കുടുംബജീവിതമൊക്കെ ദൈവം നൽകുമ്പോൾ, ഒരു ഭർത്താവിനെയൊക്കെ ദൈവം നൽകുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയിട്ട പലപ്പോഴും നോക്കി എത്രയോ പ്രിയപ്പെട്ട മദ്യപിച്ചും നമ്മുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? മദ്യപിച്ച് ഭാര്യമാരെ അടിച്ചും തല്ലിയും എന്തെല്ലാം കാട്ടിക്കൂട്ടുന്ന അനുഭവങ്ങളുണ്ട്.
പക്ഷെ ഇവിടെ വിശ്വസ്തനെന്ന് എന്നെ ഏൽപ്പിച്ചതിൽ അവൻ അവിശ്വസ്തനായി തീരുകയാ. അതുകൊണ്ട് അത് പാവം അവരെ ചെയ്യുന്നത്. നേരെ തിരിച്ചാണെങ്കിലും വിശ്വസ്തനെന്ന് എണ്ണിയിട്ടാ ദൈവം നമുക്കൊരു ഭർത്താവിനെ നൽകി. പക്ഷേ പലപ്പോഴും നമ്മുടെ അവിശ്വാസം നിമിത്തം പലപ്പോഴും കുടുംബജീവിതങ്ങൾ എത്രയോ തകർന്നുകൊണ്ടിരിക്കുക, എത്രയോ പ്രതിസന്ധികളാണെന്നറിയാമോ? ഇന്ന് രാത്രി അതിനെ ഈ പ്രഭാതത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത ഒരു ചിന്ത വെളിപ്പെടണം. ഞാൻ വിശ്വസ്തൻ എണ്ണിയിട്ട എൻ്റെ ദൈവം കുടുംബജീവിതത്തെ എനിക്ക് നൽകിയത്, ഞാൻ അതിനെ പരിപാലിക്കും. എൻ്റെ മരണം വരെ ശത്രുവാകുന്നവർ അതിൻ്റെ അകത്ത് കയറാതെ അതിനെ തകർത്ത് കളയുവാൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ ആ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ മുന്നേറും എന്ന ചിന്ത ഈ ദിവസങ്ങളിൽ അകത്ത് വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുന്നു, ഞാനും എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ എൻ്റെ പ്രിയ സഹോദരിയും കൂടി, വൈഫും, ഞങ്ങൾക്ക് രാത്രി ഒരു എല്ലാ പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയും ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 12 മണി 12:30 ആയപ്പോൾ കിടന്നു. ഒരു മണിയായപ്പോ എൻ്റെ വൈഫിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്വന്തം അവളുടെ കൂട്ടുകാരിയാ, അവള് എന്നെ വിളിക്കുന്നു. അവള് വിളിച്ചിട്ട് പറഞ്ഞു, ലിജോ ചാനയും കൂട്ടി ഒന്ന് ഇങ്ങോട്ട് വരാമോ വീട്ടിലോട്ട്. നമ്മൾ ഒരിക്കലും അത്ര സ്നേഹം നമുക്ക് ഒരിക്കലും നല്ല അറ്റാച്ച്, നമുക്ക് അവരെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതാ. എൻ്റെ പ്രിയ സഹോദരൻ, ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആ സഹോദരൻ ആ പ്രിയപ്പെട്ടവളുടെ മുഖത്തൊക്കെ ഇടിച്ച് കഴുത്തിനൊക്കെ പിടിച്ച് വല്ലാതെ ഒരു പരുവാക്കി വെച്ചിരിക്കുക. ഞങ്ങൾ ഷോക്കായി പോയി. കാരണം ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇത്. അപ്പൊ പറഞ്ഞു അന്വേഷിച്ചൊക്കെ ചോദിച്ചൊക്കെ വന്നപ്പോ അനേക വർഷങ്ങളിലായിട്ട് കണ്ട പുറമെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ചിരിയാണ്, കളിയാണ്, എല്ലാം ഉണ്ട്. പക്ഷേ വർഷങ്ങളായിട്ട് അവര് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുക. നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയുന്നില്ല. പലപ്പോഴും ഞങ്ങൾ ഒത്തിരി ദിവസം അവിടെ ഇരുന്ന് ഒത്തിരി അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? ദൈവം വിശ്വസ്തനെന്ന് എണ്ണി നമ്മെ ഏൽപ്പിച്ചതാ. പലപ്പോഴും ഇടർച്ചകൾ വരും, പ്രതിസന്ധികളൊക്കെ വരുമെന്ന്. നമ്മൾ രണ്ടുപേരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതില്ലെന്നല്ല, ജീവിതത്തിൽ ഉണ്ടെന്ന് എല്ലാവരുടെ ജീവിതത്തിൽ. പക്ഷേ അതിനെ നമ്മൾ വലുതാക്കി വലുതാക്കി നമ്മൾ രണ്ടായി മാറ്റുന്നതല്ല. അതൊക്കെ ശത്രുവാകുന്ന പിശാചിന്റെ തന്ത്രങ്ങളാ. തിരിച്ചറിയണോ? അവിടെയൊക്കെ ഈ ദിവസങ്ങളിൽ ജയിപ്പാനുള്ളൊരു കൃപ നമ്മുടെ അകത്ത് വെളിപ്പെടണം. പിശാചിന്റെ തന്ത്രങ്ങളെ, നമ്മളെ വശീകരിക്കുന്ന പൈശാചിക മേഖലകളെ നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, ദൈവം നമുക്ക് തലമുറകൾ നൽകി. എന്തുകൊണ്ടാ? അനേകം തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തലമുറ ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവം തലമുറകൾ നൽകിയത് എന്തുകൊണ്ടാ? നമ്മൾ വിശ്വസ്തനെന്ന് ദൈവം എണ്ണിയത് കൊണ്ടാ ദൈവം നമുക്ക് തലമുറകൾ നൽകിയത്. നമ്മൾ അവരെ പരിപാലിക്കണം. നമ്മുടെ തലമുറകളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കലും എൻ്റെ അപ്പൻ കാരണം ആ തലമുറ ലോകത്തിന്റെ മുമ്പിൽ ഒരു പരിഹാസ വിഷയമായി തീരല്ലേ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എൻ്റെ തലമുറകൾ എൻ്റെ അപ്പന്റെ പേര് കേട്ടിട്ട് ഒരു പരിഹാസിയായി നിൽപ്പാൻ ദൈവം അനുവദിക്കല്ലേ. എൻ്റെ പ്രിയ സഹോദരൻ, എത്രയോ കുടുംബജീവിതങ്ങൾ നമുക്കറിയാം, എത്രയോ തലമുറകൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. മദ്യപാനവും അങ്ങനെയുള്ള കുടുംബജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണം എത്രയോ കുടുംബത്തിലെ മക്കൾക്ക് പലപ്പോഴും സമാധാനമില്ല, സന്തോഷമില്ല. അവരുടെ തലമുറകളുടെ മുമ്പിൽ ഒന്ന് നിൽപ്പാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ അവരുടെ സ്നേഹിതന്മാരുടെ മുമ്പിൽ ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടെന്നറിയുമോ? എൻ്റെ ദൈവം നമുക്ക് തലമുറയെ നന്നത് എന്തിനു വേണ്ടിയാ? അതിനെ പരിപാലിക്കും. വിശ്വസതയോടെ അതിനെ സ്നേഹിച്ചും പരിപാലിച്ചു ലാളിച്ചും അതിനെ പരിപാലിക്കുമെന്ന് ദൈവം കണ്ടതുകൊണ്ട് ദൈവം നമുക്ക് തലമുറകളെ നൽകി. അതിനെ നമ്മൾ പരിപാലിക്കുക. ഒരു ഇടർച്ചയുടെ വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ അവർ പറയണം, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, നമ്മളെ കണ്ട് പഠിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം വെളിപ്പെടണം. പ്രിയ സഹോദരങ്ങളെ, ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയിട്ട് നമ്മെ ഏൽപ്പിച്ചത്. നമ്മൾ ആയിരിക്കും ജോലി മേഖലകളൊക്കെ നമുക്ക് എന്തുകൊണ്ടാ? ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയത് കൊണ്ടാ നമുക്ക് ശ്രേഷ്ഠ പദവികളൊക്കെ ജലിയത്. പക്ഷെ അവിടെയെല്ലാം നമ്മൾ അവിശ്വാസം കലർത്തരുത്. ദൈവം വിശ്വസ്തനെന്ന് എണ്ണി ഏൽപ്പിച്ച ജോലി മേഖലകളിലൊക്കെ നമ്മൾ വിശ്വസ്തരായിരിക്കുക. പലപ്പോഴും അധികാരങ്ങളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ, പലപ്പോഴൊക്കെ നമ്മൾ ജോലിക്ക് കയറി ഒരാഴ്ച അല്ലെങ്കിൽ ചില മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളെല്ലാം പഠിച്ച് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ അകത്തൊക്കെ ഈ ലൂസിഫറിന്റെ അകത്തുനിന്ന് ചിന്തകൾ പലപ്പോഴും കടന്നു വരാറില്ലേ? വരാറുണ്ട്. നമ്മുടെ അകത്തൊക്കെ കടന്നു വരാറുണ്ട്. എനിക്കും ആ സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ, അവരെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നേഴ്സിംഗ്, എൻ്റെ വൈഫൊക്കെ നേഴ്സാ, അപ്പൊ അവൾ ജോലി ചെയ്ത് ചില വർഷങ്ങൾ കഴിയുമ്പോൾ എന്നാൽ ആ സൂപ്പർവൈസർ പദവി അല്ലെങ്കിൽ അവരെ മാറ്റി എനിക്ക് കിട്ടി എന്നൊക്കെ പലപ്പോഴും എൻ്റെ പ്രിയ ദൈവം നമുക്ക് തരും. ദൈവം തരുന്നൊരു സമയമുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക, അതിനായി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക.
ദൈവത്തിന് അറിയാം നിനക്ക് എപ്പോൾ തരണം, എപ്പോഴാണ് നിന്റെ കരത്തിൽ തരാൻ കർത്താവിന് അറിയാം. അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനയരുത്. ഒരു പദവി ലഭിക്കേണ്ടതിന്, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കേണ്ടതിന്, മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തി, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞും എടുത്തൊക്കെ നമ്മൾ അവരെ ആ ഒരു നിലവാരത്തിലേക്ക് മാറ്റിയിട്ട് ആ പദവി സ്വന്തമാക്കാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ പ്രിയ സ്നേഹിത, നിങ്ങൾ ഏറ്റവും വലിയ പാപിയാണെന്ന് മനസ്സിലാക്കണോ. നമ്മൾ ആ ഒരു ചിന്ത ഇന്ന് പകൽ നമ്മുടെ അകത്ത് ഭരിക്കണോ. എനിക്ക് ദൈവം തരുന്നുവെങ്കിൽ എൻ്റെ ദൈവം മാന്യമായിട്ട് ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്ന ചിന്ത നമ്മുടെ അകത്ത് ഭരിക്കണോ. എൻ്റെ ദൈവം എനിക്ക് തരുമെങ്കിൽ അത് എന്നെ നിന്ദിച്ചവരെ പരിഹസിച്ചവരെ ആരുമായിക്കൊണ്ട് അവരുടെ നടുവിൽ എന്നെ കൊണ്ടുപോയി ഇരുത്തി എന്നെ മാനിക്കും എന്ന ആ ചിന്തയോടെ ജീവിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാട്ടിക്കിടന്ന ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവാക്കി അഭിഷേകം ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സ് വന്നെങ്കിൽ, ഒരു ശൗലിനെ ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് പകലും പ്രിയ സ്നേഹിതരെ, നിങ്ങൾ പതനി ഓർത്ത് ആകുലപ്പെടല്ലേ. ഇന്ന് പകൽ വിശ്വസതയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ അറിയാത്ത വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്ന് എൻ്റെ ദൈവം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഓടല്ലേ. അതിനുവേണ്ടി ഇന്ന് പകൽ ദൈവം വിശ്വസ്തനെന്ന് എണ്ണി ഏൽപ്പിച്ചതാ. അതിനുവേണ്ടി നമ്മളെ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ അവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് ഇന്ന് പകൽ അതൊന്നും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചത് ചെയ്തുകൊണ്ട് ഒരാത്മീക ജീവിതം നയിക്കുക. ആത്മീക ജീവിതം നയിക്കുക. ഹൃദയത്തിലുള്ള എല്ലാ ഈർഷ്യകളെയും എടുത്തു കളയുക. എല്ലാ പരിഭവങ്ങളെ, പരാതികളെ, ഇതെല്ലാം ദൈവസന്നിധിയിൽ എടുത്ത് കളഞ്ഞിട്ട് ഇന്ന് പകൽ കർത്താവേ, അങ്ങ് എന്തൊക്കെ പറയുന്നോ, അങ്ങ് എന്ത് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതുപോലെ എനിക്കൊന്ന് മുന്നേറണോ. അതിനപ്പുറത്തേക്ക് എന്നിൽ ഭരിക്കുന്ന സകല കന്മഷങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ എനിന്ന് മാറിപ്പോകട്ടെ. ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരളവുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമുണ്ട് എന്നെ കുറിച്ച്. അതുപോലെ എന്റെ ജീവിതം മാറണോ. അതിനപ്പുറത്ത് എന്റെ ഹൃദയത്തിൽ വരുന്ന എല്ലാ സാത്താന്റെ തന്ത്രങ്ങളെയോ സാത്താന്റെ ചിന്തകളെയോ എനിക്ക് കർത്താവ് എടുത്ത് കളഞ്ഞ് ഒരു നിർമ്മലമായ ക്രിസ്തീയ ജീവിതം നയിപ്പാണ്ടൊക്കെ വേണോ എന്നെ പ്രാപ്തനാക്കി മാറ്റണമേ സ്വർഗമേ. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. സാത്താൻ തന്ത്രങ്ങളുമായി പാപത്തിലേക്ക് നമ്മെ ചതിക്കുഴിയിലേക്ക് തള്ളിയിടേണ്ടതിന് തന്ത്രങ്ങളുമായി മെനഞ്ഞുകൊണ്ട് അവൻ നമ്മുടെ മുമ്പിലേക്ക് വരൂ. ഇന്ന് പകൽ അതിനെ തിരിച്ചറിയുവാനുള്ളൊരു വിവേകം നമ്മുടെ അകത്ത് പ്രാപിച്ചേ നമുക്ക് മതിയാകത്തുള്ളൂ. അതുകൊണ്ട് അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണോ. പലപ്പോഴും നമ്മെ ഏൽപ്പിച്ചത് അത് വിശ്വസതയോടെ വ്യാപാരം ചെയ്യാൻ കഴിയാതെ പലപ്പോഴും നമ്മെ ഒതുക്കുന്ന ആ മേഖലകൾ, ഇത് പ്രിയ സഹോദരങ്ങളെ, ദൈവം വിശ്വസനെന്ന് എണ്ണി ഏൽപ്പിച്ച അനേക താലന്തുകളുണ്ട്. അത് നമ്മൾ വിശ്വസതയോടെ വ്യാപാരം ചെയ്തില്ലെങ്കിൽ പാവമാ. ദൈവം നമുക്ക് കൃപാവരങ്ങളെ നൽകി. ദൈവം കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ദൈവം ഏൽപ്പിച്ചിട്ട് നമുക്ക് പാടാൻ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ച് പറയുന്ന ഒരു കാര്യമാ. അപ്പം ഞാൻ പാട്ടൊക്കെ പാടുമ്പോൾ തൊട്ടപ്പുറത്ത് ഓർഗൻ വായിക്കുന്ന അച്ഛനുണ്ട്. അപ്പം അച്ഛൻ ഞാൻ മൈക്കെടുത്ത് പാടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ തട്ടും. കാരണം എന്നോട് മെല്ലെ പാടാം. കാരണം അച്ഛൻ്റെ ശ്രുതിയും താളമൊക്കെ തെറ്റുമോ ഞാൻ പാടുമ്പോൾ. അപ്പൊ പറയും മെല്ലെ മെല്ലെ എന്നെ അങ്ങ് തട്ടും. അപ്പൊ എനിക്ക് മനസ്സിലാവും, ഓ എന്റെ അച്ഛനെ താളം തെറ്റിപ്പോകുന്നുണ്ടെന്നും. കാരണം എനിക്ക് ദൈവം ആ കൃപ നൽകിയിട്ടില്ല. എനിക്ക് എന്നെ ഏൽപ്പിച്ചത് അതല്ല. ഞാൻ ചർച്ചയിലുള്ള സഹോദരിമാർ മനോഹരമായി പാടുന്നവരുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ ദൈവം എനിക്ക് ആ താരം എന്തുകൊണ്ടാ തരാഞ്ഞേ. ഞാൻ ഇന്നലെ ഇങ്ങനെ പ്രസംഗിക്കാനിരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്ത വന്നപ്പോൾ ചിന്തിക്കുക. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ചിന്തിക്കും, കർത്താവ് ചിലപ്പം എനിക്ക് പാടാനുള്ള ഒരു കൃപയൊക്കെ ദൈവം തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ദൈവസന്നിധിയൊക്കെ വിട്ട് വല്ല സിനിമ പാട്ടൊക്കെ പാടി ചിലപ്പോൾ ആ ഒരു ലെവലിലൊക്കെ അങ്ങ് പോയേനെ ചിലപ്പോൾ. അതുകൊണ്ട് എനിക്ക് ദൈവം ആ കൃപയെ നൽകിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ ദൈവം എനിക്ക് അതിനപ്പുറത്ത് ദൈവം പ്രസംഗിക്കാൻ ഒരു കൃപ നൽകി. അപ്പൊ കർത്താവ് അറിയോ, ഇത് കൊടുത്താൽ ഇതാണ് വ്യാപാരം ചെയ്യും, ഇതിന്റെ പുറകെ അവൻ പോകും എന്ന് തമ്പുരാൻ അറിഞ്ഞത് കൊണ്ടാ എന്റെ ദൈവം എനിക്ക് ഈ കൃപ നൽകിയത്. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഇന്ന് പകൽ നിങ്ങൾ ഇരിക്കുമ്പോൾ തിരിച്ചറിയണം, കർത്താവ് എന്നിൽ ദൈവം നൽകിയ കൃപാവരം എന്താ. അതിനെ തിരിച്ചറിഞ്ഞിട്ടോ അത് വ്യാപാരം ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറയുക, ഇന്ന് പകൽ നിങ്ങൾക്കറിയാം ദൈവം നിങ്ങൾക്ക് നൽകിയ കൃപാവരം എന്താണെന്ന് വ്യക്തമായ ധാരണ ഇന്ന് പകൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയോ. നിങ്ങൾക്ക് ദൈവം നൽകിയ കൃപാവരങ്ങളെ, ആ ദാനത്തെ നിങ്ങൾ ഉപയോഗിക്കാതെ കുഴിച്ചിടുന്നു എങ്കിൽ പാപം. ഇപ്പൊ ബീനാറ്റിയൊക്കെ എത്ര വർഷം കോവിഡിന്റെ സമയം മുതൽ ഞാൻ ഇപ്പൊ കണ്ട എത്ര 300 എത്രയോ 350 പുറത്തൊക്കെ സുമിറ്റിക്കുന്നുണ്ട്. കർത്താവേ, ഈ പ്രഭാതത്തിലൊക്കെ എന്നും രാവിലെ എഴുന്നേറ്റിരുന്ന്
പ്രാർത്ഥിക്കാനും എടുക്കാനൊക്കെയാ വലിയ ലാഭമുള്ള പരിപാടിയൊന്നും അല്ല ഇത്. ഇപ്പൊ നമ്മുടെ ചർച്ചയൊക്കെ ആണെങ്കിൽ ഞായറാഴ്ചയൊക്കെ മറ്റേ ദശാംശം കിട്ടും, സ്വത്രാഴ്ച കിട്ടും. ഇതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇത് സ്വത്രാഴ്ചയിലെ ദശാംശവും ഇല്ല, കാര്യങ്ങളും ഒക്കെ ലാഭമില്ലാത്ത ബിസിനസ്സാ. എന്നിട്ടും ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഏ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനും എല്ലാവരെയും കൂട്ടാനും ദൈവദാസന്മാരെയൊക്കെ എല്ലാം വിളിച്ച് ഒരുക്കാനും പോസ്റ്റൊക്കെ ഉണ്ടാക്കി ഇടാനൊക്കെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം ഏൽപ്പിച്ചതിനെ വിശ്വസതയോടെ ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കല്ലേ അതിന്റെ പുറകിൽ നന്മ ലഭിച്ചോ നന്മ ലഭിച്ചില്ലേ എന്ന് നോക്കല്ലേ. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ നിങ്ങളെ കാട്ടി ഒരു പരിചയമില്ലാത്ത ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തവരൊക്കെ ഷൈൻ ചെയ്യുമ്പോൾ നമ്മളെക്കാട്ടി ശ്രേഷ്ഠകരമായ സാലറി ഒക്കെ വാങ്ങി അവര് അങ്ങനെ ആനന്ദിക്കുമ്പോൾ പലപ്പോഴും അകത്ത് ചിന്ത വരാറുണ്ട്, കർത്താവ് ഇത്ര ശ്രേഷ്ഠത എനിക്കുണ്ടല്ലോ, പ്രാപ്തിയും കഴിവും എനിക്കുണ്ടായിട്ട് കർത്താവ് കിട്ടിയില്ലല്ലോ എന്ന് വെച്ച് നിങ്ങൾ പിറുപിറുക്കേണ്ട, പരാതി പറയേണ്ട. എന്റെ ദൈവത്തിന് അറിയാ ഒരു സമയമുണ്ട് പ്രിയ സഹോദരങ്ങളെ. ആ സമയത്ത് ഉയർത്തേണ്ടതുപോലെ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യോ, മാനിക്കേണ്ടതുപോലെ നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യോ. എന്റെ ദൈവമാർക്കും കടക്കാരനല്ല, അവരാർക്കും കടക്കാരനല്ല, അവരാരെ തള്ളിക്കളയുകയില്ല. അവൻ ദൈവത്തോട് കൂടെ ഇരിക്കുന്നെങ്കിൽ പലിശ സഹിതം നിനക്ക് തിരിച്ചു തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകരം നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ചഞ്ചലപ്പെട്ട് നിങ്ങൾ പിന്മാറുകയല്ല. ഒരു പടി കൂടെ ദൈവത്തോട് ചേർന്നിരി. 25 വർഷം അബ്രഹാം കാത്തിരുന്നെങ്കിലും അവന് നിരാശപ്പെടേണ്ടി വന്നില്ല. ഒരു വാഗ്ദത്ത സന്തതിയെ ദൈവം അവന് നൽകി എങ്കിൽ, ആ തലമുറ മാനിക്കപ്പെട്ടെങ്കിൽ, ഇന്ന് പകലും നിരാശപ്പെടല്ലേ. ലഭിച്ചില്ലല്ലോ കർത്താവ്, ഇതുവരെയും പ്രാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ കർത്താവ് എന്നോർത്ത് ആകുലപ്പെടല്ലേ. എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സമയം വിദൂരമല്ല, അത് നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും. അതോർത്ത് നമ്മൾ ഒത്തിരി ആകുലപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ദൈവം മാനിക്കുന്ന ഒരു സമയമുണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക. ദൈവം നിങ്ങളെ അത്ഭുതകരമായിട്ട് ഉയർത്തും. ഏൽപ്പിച്ച താരം എന്താണോ ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം. കർത്താവ് അതിനെ വ്യാപാരം ചെയ്യുക. ഒന്നുമില്ലെങ്കിലും മുഴങ്കാലം ഇടയ്ക്ക് പ്രാർത്ഥിപ്പാൻ ഒരു കൃപ ദൈവം നൽകിയില്ലേ. അനേകരും 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഇന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോഴോ നിങ്ങൾക്ക് ദൈവം ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് അപ്പച്ചാന്ന് വിരിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഒരു കൃപ ദൈവം നൽകിയില്ലേ പ്രിയ സഹോദരങ്ങളെ. അതാ ഏറ്റവും വലിയൊരു കൃപയതാ. പ്രസംഗിക്കാനൊക്കെ പ്രസംഗിച്ചൊക്കെ പോകുക, അതിനപ്പുറമായി ഒന്ന് അപ്പച്ചന്റെ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ചില രാത്രിയാമങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ഒന്ന് പലപ്പോഴും നമ്മളൊക്കെ ചെയ്ത കർത്താവ് ഇത്ര സമയമൊക്കെ പ്രാർത്ഥിക്കാൻ എന്താ. ചിലരൊക്കെ പറയും 3 മണിക്കൂർ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരർ കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചെന്ന്. 3 മണിക്കൂർ ഒരു ഒറ്റ ഇരിപ്പ് 3 മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം 3 മണിക്കൂറൊക്കെ എന്താ. പലരും ചിന്തിക്കും 3 മണിക്കൂർ എന്ത് പ്രാർത്ഥിക്കാനാ. 10 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേ, അല്ലെങ്കിൽ 15 മിനിറ്റ്, അരമണിക്കൂർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തീരത്തില്ലേ, പിന്നെയും എന്ത് പ്രാർത്ഥിക്കാനാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതല്ല, ഒരു 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു കൊണ്ട് ദൈവസന്നിധി എല്ലാ ചിന്തകളെയൊക്കെ മാറ്റി ഏകാന്തമായി ഇരുന്ന് 10 മണിക്കൂർ അരമണിക്കൂറായി മാറും. ഒന്നിരുന്ന് അരമണിക്കൂർ 1 മണിക്കൂറായി മാറും. ഒരാത്മസാന്നിധ്യം ഒന്ന്. എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ചിലപ്പോൾ നമ്മൾ പല ബിസി ആയിരിക്കും, പല ജീവിതത്തിൽ പല ബിസിയും തിരക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് ഇരിക്കും. നമ്മൾ സന്ധ്യ പ്രാർത്ഥിക്കാൻ ഒരു 15 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും. അതല്ല, അതിനപ്പുറം ഒന്ന് മാറി സെപ്പറേറ്റ് ഒക്കെ ഇരുന്ന് ദൈവസേന പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങുമ്പോൾ എന്താ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ പക്ഷേ പ്രാർത്ഥിച്ച് അതിന്റെ ആഴങ്ങളിലേക്കൊന്ന് പോയി കഴിഞ്ഞ് 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പ്രത്യേക ദൈവസാന്നിധ്യം നമ്മുടെ അകത്ത് വരത്തില്ലേ? നമ്മുടെ ശബ്ദത്തിനൊരു മാറ്റം വരത്തില്ലേ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് രീതിക്കൊരു മാറ്റം വരത്തില്ലേ? ആ ശൈലിക്കൊരു മാറ്റം വരത്തില്ലേ? പിന്നെ നമുക്ക് പറയാൻ കഴിയാത്തതുപോലെ അനേക വിഷയങ്ങൾ ആത്മാവിന്റെ നിറവും സാന്നിധ്യവും ഒക്കെ വന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥിക്കുന്ന അനുഭവമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുക. അതൊരു കൃപാവരമ ദൈവമക്കളെ. അനേകർക്ക് ലഭിക്കാതിരിക്കുമ്പോൾ, അനേകരും 5 മിനിറ്റ് 10 മിനിറ്റ് ഒതുങ്ങുമ്പോൾ, നിങ്ങൾക്ക് മണിക്കൂർ മുഴങ്കാലം അടക്കി അപ്പച്ചോ എന്ന് വിളിക്കാനുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകല്ലേ. എനിക്കൊന്നുമില്ല, ഒരു താരന്തമില്ലെന്ന് ചിന്തിക്കല്ലേ. അത് ഏറ്റവും വലിയ കൃപാവരമോ. മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുക. അതിന്റെ പുറകിൽ അനുഗ്രഹം ഉണ്ടെന്ന്, നമ്മുടെ തലമുറകൾ അതിന്റെ പുറകിൽ മാനിക്കപ്പെടുമെന്ന്. ഞാൻ കുമ്പനാടൊന്നും പോയിട്ടില്ലെങ്കിലും കുമ്പനാട് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനേക ഭവനങ്ങളൊക്കെ ആളില്ലാതെയൊക്കെ പൂട്ടിയിട്ട് കിടക്കുക, കൊട്ടാരം പോലുള്ള വീടുകളൊക്കെ പൂട്ടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെയൊക്കെ കാരണം എന്താ? ഒരു പിതാക്കന്മാരുടെ തലമുറ ഉണ്ടായിരുന്നു.
മുഴങ്കാല് മടക്കി പട്ടിണിയാണെങ്കിലും കഞ്ഞി കുടിച്ചിട്ടൊക്കെ ആണെങ്കിലും രാത്രിയെ പകലാക്കി പകലിനെ രാത്രിയാക്കി മുഴങ്കാല് മടക്കി കണ്ണുനീർ ഒഴുക്കിയ ഒരു തലമുറ, ഒരു വലിയ തലമുറ. ഇന്ന് ആ തലമുറ ദൈവം മായച്ച് അവരെവിടെയാ? ഇന്ന് പലപ്പോഴും അമേരിക്കയിൽ പല രാജ്യങ്ങൾ അവരെ ആനന്ദിക്കുമ്പോൾ ആഘോഷിക്കുകയാ. എന്താ കാരണം? മുഴങ്കാല് മടക്കി പ്രാർത്ഥിച്ച ഒരു തലമുറയുണ്ട്, ഒരു പിതാക്കന്മാരുടെ തലമുറയുണ്ട്. ഇന്ന് പകലും പറയും സഹോദരങ്ങളെ, നിങ്ങളുടെ തലമുറയെ നിങ്ങൾക്കിത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഞാൻ ഇത്ര നാളായി കണ്ണുനീർ ഒഴുക്കിയിട്ട് കർത്താവേ, വേണ്ടതുപോലെ ഒരു അഭിവൃദ്ധി എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇന്നും പരിശോധനകൾ, കഷ്ടതകൾ, പട്ടിണിയും വേദനയും രോഗവും വിട്ടുമാറാതെ ഞെരുക്കങ്ങളും കടവാരങ്ങളും മാത്രമായിട്ടാണ് കർത്താവേ എൻ്റെ ജീവിതം. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് വെച്ച് നിങ്ങൾ നിരാശപ്പെടല്ലേ. കണ്ണുനീര് വീണാലും ഒപ്പിയെടുത്തവൻ തുരുത്തിയിലാക്കുന്ന ഒരു നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അവൻ അളക്കും. ഒരു തുള്ളി കണ്ണുനീര് പോലും മാറ്റി വെക്കുകയില്ല. ഒരു തുള്ളി കണ്ണുനീര് പോലും അവൻ മാറ്റി വെക്കത്തില്ല. നീ ഒഴുക്കിയ കണ്ണുനീരിന് ഓരോ തുള്ളിയും എടുത്തിട്ട് അതിന് മറുപടി തരുക. എണ്ണി എണ്ണി മറുപടി തരുന്ന ഒരു പിതാവിനെയാ ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്നത്, പകൽ നാം സേവിക്കുന്നത്. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകല്ലേ. പ്രതിസന്ധിയാ, പ്രതികൂലമാ എന്ന് വെച്ച് നിങ്ങൾ ക്ഷീണിച്ചു പോകല്ലേ. നിങ്ങളെ മടുപ്പിക്കുന്ന ഒരു പൈശാചിക മേഖല, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന ഒരു അന്ധകാര ശക്തി, അതിനെ തിരിച്ചറിയുക. ഇനി കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഞാൻ സന്തോഷത്തോടെ പിതാവിന്റെ പിന്നാലെ. നമ്മളെ മടുപ്പിക്കാൻ ശ്രമിക്കും പിശാച്, പലപ്പോഴും ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കും. പലവിധമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നമ്മളെ വിശ്വാസ കപ്പലെ ഒന്ന് ഇളക്കേണ്ടതിന് അവൻ പലപ്പോഴും പരിശോധനകൾ അടി ഒന്നായി ജീവിതത്തിൽ ഇട്ട് നമ്മുടെ പടകിനെ ഒന്ന് ഇളക്കുവാൻ ശ്രമിക്കുന്നല്ല, അവൻ ഇളക്കിക്കൊണ്ട് ഇരിക്കും. അവൻ നിന്റെ വിശ്വാസ ജീവിതത്തെ ഇളക്കിക്കൊണ്ടേ ഇരിക്കൂ. വല്ല വിധേനെ തകർത്ത് കളയുവാൻ തന്ത്രം മെനഞ്ഞുകൊണ്ടേ ഇരിക്കൂ. ഇന്ന് പകൽ അതിനെ തിരിച്ചറിയുക. പാപത്തോട് പോരാടുന്നത് നിങ്ങൾ പ്രാണത്യാഗത്തോളോ എതിർത്ത് നിന്നേ മതിയാകത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, വിശ്വസ്തൻ എന്നെണ്ണി അവനെ ഏൽപ്പിച്ചത് എന്താ? അവിശ്വസ്തനായി തീർന്നു. ദൈവിക പറുദീസയ്ക്കകത്തു നിന്ന് ഈ ലൂസിഫറിനെ താഴേക്ക് വെട്ടിമാറ്റിയവനെ, അവൻ പറുദീസ നഷ്ടപ്പെട്ടവന്റെ അകത്ത് പിന്നെ പ്രതികാരദാഹിയായി മാറി. ഇത്ര ശ്രേഷ്ഠ പദവിയും ശ്രേഷ്ഠ മാന്യതകളൊക്കെ ലഭിച്ചിരുന്നവരാ. പക്ഷെ ഇതെല്ലാം വിട്ടുകളഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് സുപ്രഭാതത്ത് ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴേക്കോ ആ നഷ്ടപ്പെടുത്തിയ ദൈവത്തോടുള്ള പ്രതികാരം അവനിൽ വർദ്ധിച്ചു. ഒരു പ്രതികാര ദാഹിയായി അവൻ മാറി. ഇത് പലപ്പോഴും ഈ സാത്താൻ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ അകത്ത് വെളിപ്പെടുന്ന ഒരു ചിന്തയല്ലേ. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പദവികളിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ തള്ളിക്കളയുമ്പോൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ അകത്തൊക്കെ ആ ചിന്ത വരാറുണ്ട്. ഇപ്പൊ നമുക്ക് ആരെങ്കിലും പ്രതികൂലമായിട്ട്, നമുക്ക് വിരോധമായൊക്കെയായി നിന്ന് നമ്മുടെ നന്മകളെയൊക്കെ ആരെങ്കിലും അപഹരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ അകത്ത് ആ ചിന്ത വെളിപ്പെടാറില്ലേ? എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ. ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ സ്വത്തൊക്കെ വീതം വെക്കുമ്പോൾ അതുവരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെ കൂടെ ഇരുന്ന സഹോദരനായിരിക്കും, അല്ലെങ്കിൽ സഹോദരിയായിരിക്കും. ആ സമയമാകുമ്പോൾ സ്വഭാവം അങ്ങ് മാറും. ആ ലഭിക്കേണ്ടതിന് ഏതറ്റം വരെ പോകുന്ന എത്രയോ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വന്തം കൂടപ്പറപ്പുകളെ കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ, നമ്മളൊക്കെ പറഞ്ഞു കേൾക്കാറുള്ള കാര്യമാ. എങ്കിലും അവൾ എന്നോട് അങ്ങനെ ചെയ്തു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇപ്പോഴും പലപ്പോഴും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യനാ, അതെപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ നിന്റെ ഹൃദയത്തിൽ ഒരു ഭക്തന്റെ അകത്തൊരു പ്രതികാര ദാഹമായത് മാറരുത്. ഒരാളുടെ പേര് ദൂതായിട്ട് കൈമാറുകയാ. പലപ്പോഴും വിഷമം നമ്മുടെ ജീവിതത്തിൽ വരും. പലപ്പോഴും നമുക്ക് വിരോധമായി നമ്മൾ സ്നേഹിച്ചവർ നമുക്ക് പ്രതികൂലമായിട്ടൊക്കെ പറയുമ്പോഴോ നമുക്കെതിരെ പ്രവർത്തിച്ചൊക്കെ കാണും, ശരിയാ. എങ്കിലും ഇന്നും നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മുടെ അകത്തൊക്കെ വരും. എന്നാൽ അതിനപ്പുറം അത് പ്രതികാരമായി, എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം, അതിന് തക്കത് എനിക്ക് തിരിച്ചു കൊടുക്കണം എന്ന ചിന്തയോടെ ഇന്ന് പകലും നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ അകത്ത് ആ ചിന്ത നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് പകരം യേശുവിന്റെ നാമത്തിൽ അതിനെ പിഴുതെറിഞ്ഞു കളക. നിന്റെ ജീവിതത്തിലെ ആത്മീയ ഉണർവിന് തടസ്സം, നിന്റെ ഭൗതിക നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആ പ്രതികാര ദാഹത്തെ യേശുവിൻ നാമത്തിൽ നീ പിഴുതെടുത്ത് കളയുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ നൽകാൻ പോകുകയാ.
അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ശരി, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ആ ചിന്തകളൊക്കെ എപ്പോഴും വരാറുണ്ട്. പക്ഷേ അത് പ്രതികാരമായി മാറല്ലേ. അവൾ നശിച്ചു പോകണം, നശിച്ചു പോകണോ, അവൾ എങ്ങനെയെങ്കിലും മുടിഞ്ഞു പോകണമെന്ന ചിന്ത, അല്ലെങ്കിൽ ആ കുടുംബം മുടിയണം എന്ന ചിന്തയകത്ത് ഭരിക്കുന്നെങ്കിൽ, ഇനി വല്ല വിധേനയോ അവർക്ക് ആ ഒരു അനുഭവം വന്നെങ്കിൽ, നമ്മൾ സന്തോഷിക്കുന്നെങ്കിൽ, നമ്മളതിൽ ആനന്ദിക്കുന്നെങ്കിൽ, പ്രിയ സഹോദര, പാപത്തിന്റെ ഗൗരവം നമ്മൾ അറിയണം. നമ്മൾ പോലും അറിയാതെ നമ്മെ തള്ളിയിടുന്ന അവന്റെ തന്ത്രങ്ങൾ നമ്മൾ ആരാധനയിൽ പുറമെ കാണുമ്പോഴൊക്കെ എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ഹൃദയത്തിന്റെ അകത്ത് ആ ഒരു പ്രതികാരം, അതെങ്ങനെയും എനിക്ക് വിരോധമായി അവൾ ചെയ്ത, അതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കും, ഇനി സംഭവിക്കണോ എന്ന ചിന്ത ഭരിക്കുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അത് പാവമാ. എന്നാൽ ആ ഒരു അനുഭവത്തിലും കർത്താവേ, ദൈവങ്ങളോട് ക്ഷമിക്കണം കർത്താവേ, അവരെ മാനിക്കണമെന്നുള്ള പ്രാർത്ഥന അകത്തുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും വാസ്തവമായ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുണ്ട്. വാസ്തവമായി ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുണ്ട്. അവൻ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യോ. ഒരു പ്രതികാര ദാഹം നമുക്ക് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ, ആരോടെങ്കിലും കയ്പിന്റെ അനുഭവം വെച്ചിട്ട് ഇന്ന് പകൽ നിങ്ങളുടെ ആയിരിക്കും, ദൈവം സൂമിലായിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ദൈവം പറയുക, നീ അതിനെ വിട്ടുകളയുക. കർത്താവിനുള്ള ആഴമേറിയ സ്നേഹനിമിത്തം, മണ്ണിന് വേണ്ടി മാണിക്യമാകുന്ന ക്രിസ്തുവിനുള്ള സ്നേഹനിമിത്തം ഈ ലോകത്തെ മണ്ണിനെ ഞാൻ വെടിയുന്നു. ആ ലോകത്തെ എന്റെ ആ ഹൃദയത്തിന്റെ അകത്തുള്ള എല്ലാ ചിന്തകളെ ഞാൻ എടുത്ത് കളയുക കർത്താവ് എന്ന ചിന്തയകത്ത് ഭരിക്കട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമായി തീരുകയാ, വലിയ ദൈവപ്രവൃത്തി കാരണമായി തീരുകയാ. അതുകൊണ്ട് പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്നത് നോക്കി. ആ പിശാചിന്റെ അകത്തെ ലക്ഷ്യം അതായിരുന്നു. അവൻ നോക്കി, ആ ദൈവിക പർദീസ് അവനെ നഷ്ടപ്പെട്ട ആ അന്ന് മുതൽ അവന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. എന്താ? ദൈവത്തോട് അടുക്കുന്നതിനെ മുഴുവനും, എന്താണോ ആ ദൈവവുമായിട്ടുള്ള കണക്ഷനുള്ള എന്തൊക്കെയാണോ അതിനെയെല്ലാം ദൈവത്തിൽ നിന്ന് പിഴുതു മാറ്റുവാൻ അവൻ തന്ത്രങ്ങൾ അന്ന് മുതലേ മെനഞ്ഞുകൊണ്ടിരിക്കുകയാ. അന്ന് മുതൽ ഇന്ന് വരെയും അത് കുറഞ്ഞു പോയിട്ടില്ല. പൂർവാധിക ശക്തിയോടെ ഇന്നോ അവൻ തന്ത്രം മനയുകയാ. ആര് ഒരു പടി ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കുന്നുവോ, അവനെ പല തന്ത്രങ്ങളിലൂടെ അവന് വീക്ക്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കി അവൻ പതിയെ 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 ആ വീക്ക്നെസ്സിനെ കയറി പിടിച്ച് മെല്ലെ മെല്ലെ അവനെ തള്ളിക്കളയേണ്ടതിന് തന്ത്രം മെനയുമ്പോൾ, ഇന്ന് പകൽ തിരിച്ചറിയണം, അവൻ വരുന്ന വഴി, നിന്നെ വശീകരിക്കുന്ന വഴി, നിന്നെ പുറകോട്ട് വലിക്കുന്ന അത് ഏത് മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽ അതിനെ ജയിക്കുവാനുള്ള ഒരു ദൈവ കൃപ, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമോ അതെന്നെ തകർത്ത് കളയേണ്ടതിനാ. എന്റെ വിശ്വാസ കപ്പൽ ഉടച്ച് കളഞ്ഞ് എന്നെ തകർത്ത് തരിപ്പണമാക്കേണ്ടതിനാ എന്ന ചിന്ത നിന്റെ അകത്ത് ഭരിക്കണോ. അത് ഭരിച്ചില്ല എങ്കിൽ അവൻ നിന്നെ മുടിച്ച് കളയുക തന്നെ ചെയ്യും. ഒരു സംശയമുള്ള കാര്യമല്ല, നിങ്ങൾ വീണു പോവുക തന്നെ ചെയ്യോ. അന്ന് മുതൽ അവന്റെ തന്ത്രമാ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചേതിൽ പറുദീസയ്ക്കകത്താക്കി സാത്താൻ വിട്ടോ ഇല്ല. ദൈവം ആരുത്, നിങ്ങൾ ചെയ്യരുത് എന്ന് ദൈവം നൽകിയ ആ ദൈവിക വ്യവസ്ഥ, വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞ അതിൽ തന്നെ അവൻ കയറി പിടിച്ചിട്ട്, എന്നാ പിന്നെ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തീറ്റിക്കും എന്ന ചിന്തയോടെ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞു. അവർ പദ്ധതികൾ ഒരുക്കി. അനേകം നാൾ അവൻ ഒരുക്കിയ പദ്ധതി പ്രകാരം സാത്താനാകുന്നവൻ പാമ്പിന്റെ വേഷം ധരിച്ചുകൊണ്ട് തോട്ടത്തിന് അകത്ത് കയറുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി. ഞാൻ ചിന്തിക്കുക, ദൈവം തോട്ടത്തെ കാക്കുവാൻ ദൈവം അവരെ ഏൽപ്പിച്ചതാ, സൃഷ്ടിച്ച ആദാമയും ഹവ്വയും. പക്ഷേ അപ്പൊ ഈ സാത്താൻ ഈ തോട്ടത്തിന് ചുറ്റും, ഏതേന്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കും. രാവിലെയും വൈകിട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ, ഈ പാമ്പായിട്ടൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഔവാമച്ചയൊക്കെ ആയിട്ട് സാത്താൻ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചു. വീട്ടിലൊക്കെ ഒരു നല്ല പരിചയമൊക്കെ ആയി കഴിഞ്ഞപ്പോ മെല്ലെ ഈ ഔവാമച്ചി എന്ത് ചെയ്തു? തോട്ടത്തിന്റെ അകത്ത് കയറാൻ സാത്താനെ അങ്ങ് സമ്മതിച്ചു. എന്റെ പ്രിയ സഹോദരൻ, ഒരു കാര്യം പറയാ, എന്റെയോ നിങ്ങളുടെയോ അനുവാദം ഇല്ലാതെ
നമ്മുടെ ഈ തോട്ടത്തിന്റെ അകത്ത് ഒരു ശത്രുവും കയറത്തില്ല. നീ എന്ന് അനുവദിക്കുന്നുവോ അന്ന് അവൻ ഒരു ഡാം തുറന്നു വിട്ടതുപോലെ, തേനീച്ച കൂടിളകി വരുന്നത് പോലെ അവൻ നിന്റെ അകത്തേക്ക് കയറും, അകത്തേക്ക് കയറും. എന്നിരിക്കാ ആ തോട്ടത്തിന്റെ പുറത്തൊക്കെ നടന്ന് ഹവ്വാമ്മച്ചിയുമായി നല്ലൊരു സൗഹൃദമൊക്കെ ഒരു കൂട്ടായ്മയൊക്കെ ഒക്കെ ആക്കിയിട്ട് മെല്ലെ ഈ ഹവ്വാമ്മച്ചി തോട്ടത്തിന്റെ അകത്ത് കയറും. എന്നാൽ ഞങ്ങളുടെ തോട്ടം ദൈവം ഞങ്ങൾക്ക് നൽകിയ തോട്ടമാ, ഇത് കണ്ടു നോക്ക്, എത്ര മനോഹരമായ തോട്ടമാ എന്നൊക്കെ പറഞ്ഞ് ഹവ്വാമ്മച്ചിയെ വശീകരിച്ച് വശീകരിച്ച് ഹവ്വാമ്മച്ചി അവസാനം ഈ തോട്ടത്തിന്റെ അകത്ത് കയറുവാൻ അവനെ സമ്മതിച്ചു. ഇന്ന് പകലും നിങ്ങളെ അനുവാദമില്ലാതെ തോട്ടത്തിന്റെ അകത്ത് കയറുകയില്ല, പക്ഷെ നിങ്ങൾ അനുവദിച്ചാൽ അവൻ കയറോ. അവൻ കയറിയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ മുടിച്ചിട്ടല്ലാതെ അവൻ പുറത്തിറങ്ങത്തില്ല. അവനെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ സാത്താൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കയറി സ്നേഹിത, പിന്നെ അവനെ ഇറക്കി കളയുക എന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഈസിയായ കാര്യമല്ല. ഒരിക്കൽ സ്വർഗീയ ദാനം ആസ്വദിച്ചവൻ അവൻ പിന്മാറിയാൽ, സാത്താന്റെ കെണിക്കകത്ത് അവൻ വീണുപോയാൽ, പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരിക, ഒരു മടങ്ങി വരവ് ഏറ്റവും ഈസിയായ കാര്യമല്ല. ഒരിക്കൽ ആസ്വദിച്ചതാ, അതിനെ തള്ളിക്കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഒന്ന് മടങ്ങി വരുവാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് കയറി വരാൻ കഴിയാത്തതുപോലെ ഒരു ഊരാക്കുടുക്കിൽ അവൻ നമ്മെ കുടുക്കും. പിന്നെ അതിൽ നിന്ന് കയറി വരുവാൻ സാധ്യമാകത്തില്ല. നമ്മുടെ തലമുറകൾ നോക്കിയേ, എത്രയോ തലമുറകൾ ഇത് വഴിതെറ്റിപ്പോകുന്നു, എത്രയോ തലമുറകൾ ആത്മഹത്യയിലേക്ക് പോകുന്നു. മദ്യപാനത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട് തലമുറകൾക്ക് മുന്നേറാൻ കഴിയാതെ രക്ഷപ്പെടുവാൻ അവർ എത്രയോ ശ്രമിച്ചിട്ടും രക്ഷപ്പെടുവാൻ കഴിയാതെ ആ ചവന്റെ ചതിക്കുഴിക്കകത്ത് വീണു പോകുന്ന എത്രയോ പേർ നമ്മുടെ മുമ്പിലുണ്ട്. ആരോട് പറയാതെ ഇനി എന്നിങ്ങനെ മുന്നോട്ട് പോകാനെന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന എത്രയോ തലമുറകൾ, എത്രയോ മക്കൾ നമ്മുടെ കൺമുമ്പിലുണ്ടെന്നറിയുമോ? നമ്മൾ നോക്കുമ്പോൾ ചിരിയുണ്ട്, എന്നാൽ അവിടെ ഹൃദയത്തിന്റെ അകത്ത് വിങ്ങുന്ന വേദനയുമായി ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതെ അന്താളിച്ച് നിൽക്കുന്നവർ നിങ്ങളുടെ കൺമുമ്പിലുണ്ട് പ്രിയ സ്നേഹിതരെ. അവന്റെ ചതിക്കകത്ത് പെട്ടുപോയി, അവന്റെ ചതിക്കുഴിൽ വീണുപോയി, രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ആ ഊരാക്കുടുക്കിന്റെ അകത്ത് വീണു. അത് രക്ഷപ്പെടുക എന്നത് വലിയ പ്രയാസമേറിയ കാര്യമാ, വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാ. ഇന്ന് പകരം അവന്റെ തന്ത്രത്തെ തിരിച്ച് തോട്ടത്തിന്റെ അകത്ത് കയറി നോക്കി, ഈ തോട്ടമൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ടൊക്കെ അവൻ മെല്ലെ അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ അടുത്തു വരികയാ. അവൻ അവിടെ കണ്ടു, ദൈവം തോട്ടത്തിന്റെ നടുവിൽ തിന്നരുത് അരുത് എന്ന് ദൈവം സൃഷ്ടിച്ച മനുഷ്യനോട് കൽപ്പിച്ച ആ വൃക്ഷത്തിന്റെ അടുക്കലെത്തി. അവിടെ നിന്നും അവൻ കുറെ വശീകരണ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ആ പഴം പറിച്ചു കൊടുത്തു. അവൾ തിന്നു. അരുത് എന്ന് ദൈവം വിലക്കിയ വ്യവസ്ഥ ലംഘിച്ചു. ഏതൻ പറുദീസ നഷ്ടപ്പെട്ടു പോയി മനുഷ്യന്. ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളെ, എത്രയോ വർഷങ്ങളുള്ള അവന്റെ തന്ത്രമായിരിക്കോ, അവന്റെ പദ്ധതിയായിരിക്കോ, ഒടുവിൽ എവിടെ ചെന്നെത്തി? പറുദീസ നഷ്ടപ്പെട്ടു പോയി. ദൈവിക പറുദീസ, ആ സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, സന്തോഷകരമായി ജീവിച്ച പറുദീസ അവന് നഷ്ടപ്പെട്ടു. കഷ്ടവും വേദനയും ദുഃഖവും ഞെരുക്കവും മനുഷ്യന്റെ മേൽ വാണു. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് ചേരുന്നത് വരെ നിന്റെ കഷ്ടതയും കണ്ണുനീരും തീർന്നു പോകത്തില്ല. ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയും കണ്ണുനീരൊക്കെ ഉണ്ട്. ജീവിതത്തിൽ മരണം വരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തീർന്നു ചിന്തിക്കല്ലേ, ഇത് ഒരിക്കലും തീരത്തില്ല. നമ്മുടെ മരണം വരെ ദൈവം പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യന്റെ മേൽ ദൈവം നൽകിയൊരു വ്യവസ്ഥയാ. നീ കണ്ണുനീരോടെ അധ്വാനിച്ച് നീ ഉപജീവനം കഴിക്കും, വേദനയോടെ നീ മക്കളെ പ്രസവിക്കൂ, നീ പൊടിയിലേക്ക് ചേരുന്നത് വരെ ഇത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും. കർത്താവേ, ഞാൻ ദൈവത്തെ സേവിക്കുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് കർത്താവ് എനിക്ക് മുട്ടുവേദനയും പ്രയാസങ്ങളും ഒക്കെയാ. കർത്താവ് നിന്നെ സ്നേഹിക്കുക, എന്നിട്ട് കടഭാരങ്ങളാ. നിന്നെ ഇത്ര ആഴമായി സ്നേഹിച്ചെന്നെ കർത്താവേ, ചെറിയ ചെറിയ പ്രതിസന്ധികളാ.
ഇതൊക്കെ ജീവിതത്തിൽ കടന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ. എന്നാലും യേശു അതിനൊരു പോം വഴി പറഞ്ഞിട്ടുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ. ഇതൊക്കെ നിങ്ങളുടെ പിതാവായ അവൻ ഹൗവ പാപം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ മേൽ പിതാവാകുന്ന ദൈവം വെച്ച വ്യവസ്ഥയെ. പക്ഷേ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം അവന്റെ പക്കലുണ്ട്. ഇന്ന് പകൽ ആരോടും പറയാതെ ഞെരുങ്ങുന്ന വേദനയുമായി, ഞെരുങ്ങുന്ന പ്രതിസന്ധികളുമായിട്ട് ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ, കർത്താവേ എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയോ, എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയോ എന്ന് ചിന്തിച്ച് നിങ്ങൾ നിരാശപ്പെട്ടിട്ട് ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് പോവടി ഒന്നേയുള്ളൂ. അരിമനാഥന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് അപ്പച്ചാന്ന് വിളിച്ച് അവന്റെ മാർവിടത്തോട് ചേർന്നിരിക്കുമ്പോൾ അറിയാതെ സന്തോഷം, അറിയാതെ ഒരു ആനന്ദം, ഒരു പ്രത്യാശയകത്ത് വന്നുകൊണ്ടേയിരിക്കോ. അതുകൊണ്ട് പൗലോസ് എഴുതിയത്, എന്റെ പുറമെയുള്ളവർ ക്ഷയിച്ചു പോയാലോ എന്റെ യാഗമയുള്ളവർ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കൂ. എന്റെ പുറമെ നോക്കിക്കഴിഞ്ഞാൽ അടിയേൽക്കേണ്ടി വന്നിട്ടുണ്ട്, സമുദ്രത്തിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, തുപ്പലേൽക്കേണ്ടി വന്നിട്ടുണ്ട്, ചാട്ടവാർ കൊണ്ട് എന്നെ അടിച്ചിട്ടുണ്ട്, കല്ലേറേൽക്കേണ്ടി വന്നിട്ടുണ്ട്, പട്ടിണി അടക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റുള്ളവരെ കാട്ടി അധികമായി കഷ്ടതയുടെ കഠിന ശോധനകൾ, കണ്ണിലെ ആപത്ത്, കരയിലെ ആപത്ത്, സഹോദരങ്ങളുടെ ആപത്ത്, നിരവധി പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. എങ്കിലും പൗലോസ് പറയുക, എൻ്റെ പുറമെയുള്ളവൻ ക്ഷയിച്ചാലും സാരമില്ല, എനിക്ക് സാരമില്ല. എൻ്റെ അകത്തുള്ളവർ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാ, അവൻ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാ. പ്രതിസന്ധി ഏറുന്തോറും, പ്രതികൂലങ്ങൾ ഏറുന്തോറും ഞാൻ ആത്മാവിന്റെ ഒരു നിറവിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് കാണുന്ന പ്രതിസന്ധിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ആകുലപ്പെടുകയല്ല. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ ജ്വലിക്കുന്ന തീയായി മാറുക. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നിങ്ങൾ ആളിക്കത്തുക. നമുക്കറിയാം, ഗുഹയ്ക്കകത്ത്, കാരാഗൃഹത്തിനകത്ത് പൗലോസും ശീലാസും കിടക്കുകയാ. പ്രതിസന്ധിയാ മുമ്പിൽ, കാലിൽ കാലാമത്തിലിട്ടിരിക്കുന്നു, കൈകൾ ബന്ധിച്ചിരിക്കുകയാ. എങ്കിലും അവിടെ അകമ്മയുള്ള മനുഷ്യന് തൊടുവാൻ ഈ ചങ്ങലക്കോ കാരാഗ്രഹത്തിനോ രാജാവിനോ ഒരു മനുഷ്യനും കഴിഞ്ഞില്ല. ഒരു ചാട്ടവാറിനോ ഒന്നും അവന്റെ അകത്ത് പ്രാപിച്ച ആത്മീക മനുഷ്യനെ തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പകരും ആ പ്രഭാതത്തിൽ ഒരു ദൂത് തന്നെ കൈമാറുകയാ. എൻ്റെ പ്രിയ സഹോദര, പുറമെ ക്ഷയിക്കുന്ന അനുഭവങ്ങൾ വന്നാലോ നിന്റെ അകമെ പ്രാപിച്ച കൃപയെ കെടുത്തുന്ന ഓരോ ശക്തിയെയും അകത്തെ കയറ്റാതെ നിങ്ങളുടെ യാഗം നല്ല മൂർച്ചയുള്ള, നല്ല ഷാർപ്പായിരിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ നീ കഷ്ടത്തിനും തുള്ളിച്ചാടും. നീ കഷ്ടത്തിനും ആത്മാവിന്റെ നിറം അനുഭവിച്ചുകൊണ്ടിരിക്കൂ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരോ ഇരുട്ടിനോ ആപത്തിനോ ഒരു ശക്തിക്കും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഇന്ന് പകൽ ആ ഒരു ചിന്ത നമ്മുടെ അകത്ത് ഭരിക്കട്ടെ. ഇന്ന് പകൽ കൂടെ ഈ കർത്താവ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പടകിൽ യേശു ഉണ്ടെങ്കിൽ, നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക. നിങ്ങളെ ഭീതിപ്പെടുത്തേണ്ടതിന്, നിങ്ങളെ തള്ളിക്കളയേണ്ടതിന് തന്ത്രമവൻ മെനയോ. ആ തന്ത്രത്തിൽ വീണു പോകരുത്. ആദ്യ പിതാക്കന്മാർ വീണുപോയി, അവിടെ കൊണ്ട് തീരുകയല്ല, തലമുറകൾ വീണുകൊണ്ട് ഇരിക്കുന്നു. ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തവർ പലപ്പോഴും വീണുപോകുന്ന കൺമുമ്പിൽ കാണുന്നില്ലേ? ദാവീദ് വീണുപോയി. ശലോമോൻ, ജ്ഞാനിയായ ശലോമോൻ, അവന്റെ തന്ത്രത്തിൽ വീണുപോയില്ലേ? എത്രയോ പേർ നമ്മളെ ദൃഷ്ടാന്തമായി നിൽക്കുകയാ. ഒരു വലിയ സമൂഹം വീണുപോയില്ലേ? അവന്റെ തന്ത്രത്തിൽ വീണുപോയി. ഇന്ന് പകലും ദൈവം പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റിനും എന്ന് വെച്ചാൽ വീണു പോകാത്ത ഒരു കൂട്ടർ പുറകിലുണ്ട്. ഇന്ന് രാത്രി വീണു പോകാതെ വിശ്വാസത്തിന് വേണ്ടി ആളി കത്തിത്തീർന്ന
ആത്മാവിൽ നിറഞ്ഞു ജീവിച്ച ഒരു ഭക്തന്മാരുടെ തലമുറകളുണ്ട്. ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നതിന്റെ കാരണം എന്താ? ഇന്ന് നമ്മൾ നിൽക്കുന്നതിന്റെ കാരണം വീണു പോകാത്ത ഒരു കൂട്ടം വിശ്വാസ വീരന്മാർ നമ്മുടെ പുറകിൽ ജ്വലിച്ച് നിന്ന ആളിക്കത്തിയ പിതാക്കന്മാരുടെ ഒരു തലമുറ പുറകിലുണ്ട്. ഞാൻ നോക്കുന്നത് വീണു പോയവരെ അല്ല, വീണു പോകാതെ ആളിക്കത്തിയ ആ വിശ്വാസ വീരന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഓടുവാനുള്ളൊരു പ്രചോദനം ലഭിക്കുകയാ. ഇന്ന് രാത്രി നിങ്ങൾ ഇന്ന് പകൽ നിങ്ങൾ വീണുപോയവരെ മാത്രം നോക്കിക്കൊണ്ട് അവൻ വീണുപോയല്ലോ, അവർ വീണുപോയല്ലോ എന്ന് ചിന്തിച്ച അവരെ നോക്കിയാൽ നിങ്ങൾക്ക് ഓടാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഓട്ട സ്ഥിരതയോടെ ഓടി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. നമ്മൾ പലപ്പോഴും ഓട്ടം തികച്ചവരെ നോക്കാറില്ല. വീണുപോയത് ആരൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവരും നന്നായിട്ട് അറിയാം. നമ്മൾ അത് മാത്രം നോക്കുന്നേ. ആരൊക്കെ വീണു, എവിടെയൊക്കെ വീണു. അവേ ഇന്ന് പകൽ അതല്ല. ഞാൻ കർത്താവേ, ഞാൻ നീതിമാന്മാരെ തേടിയല്ല, ഞാൻ പാപികളെ തേടി വന്നവരാ. ഇന്ന് രാത്രി എന്ന് പകലിന്റെ പ്രിയ സഹോദരേ, എന്റെ അപ്പൻ വന്ന നീതിമാനെയല്ല, വീണു പോയതിനെ രക്ഷിക്കേണ്ടതിന് ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് ആ ചിന്ത ഭരിക്കണം. വീണു പോയത് നിങ്ങളുടെ കൺമുമ്പിൽ എത്രയോ വീണു പോയ അനേകരുണ്ട്. എത്രയോ സഹോദരിമാർ, എത്രയോ സഹോദരന്മാർ, എത്രയോ കുഞ്ഞു മക്കൾ, എത്രയോ വീണു പോയ അനേക തലമുറകൾ, അനേകർ അവരെ കണ്ടിട്ട് പലപ്പോഴും അത് അവന്റെ മകനാ, അത് അവളുടെ മകനാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും ചിരിക്കുന്ന അനുഭവങ്ങളില്ലേ? എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ വീണു പോയവരെ ഓർത്ത് ചിരിക്കുകയല്ല. എന്റെ നാഥൻ സ്വർഗം വിട്ടിട്ട് ഈ താളലോകത്തേക്ക് മനുഷ്യനായി ഇറങ്ങിയത് വീണു പോയതിനെ രക്ഷിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയതിനെ 99 മാറ്റി നിർത്തിയിട്ട് ആ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിനെ തേടി വന്ന ഒരു ഇടയൻ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഇടയന്റെ പിന്നാലെയാ. ഇത് പകൽ നിങ്ങളുടെ അകത്ത് ആ ചിന്തയെ ഭരിക്കേണ്ടത്. വീണുപോയതിനെ ഓർത്ത് അതിനെ കണ്ട് പരിഹസിക്കുകയല്ല, വീണുപോയതിനെ കരങ്ങളിൽ എടുക്കുക. ആ വീണുപോയതിനെ നിനക്കൊരു മുത്താക്കി മാറ്റാൻ കഴിയുമോ? അപ്പന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി നിർത്താൻ കഴിയുമോ? നിന്നെ പോലെ ഭാഗ്യവാൻ, നിന്നെ പോലെ ശ്രേഷ്ഠൻ മറ്റാരുമില്ലെന്ന്. ഞങ്ങളുടെ ഈ കൂട്ടായി എന്റെ വീട്ടിൽ ഞങ്ങളുടെ പ്രാർത്ഥന നടക്കുന്നേ. ഞങ്ങൾ 10-20 പേരേ ഉള്ളൂ. ഞങ്ങള് ഇവിടെ വന്ന് മുഴുവനും ഞാൻ ഒരൊറ്റ ഈ വിശ്വാസം നിൽക്കുന്ന ഒരാളെ ഞാൻ കൊണ്ടുവരാറില്ല. എന്ന് വെച്ചാൽ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അവിടെ പോയ ഒരാളെ അവരെ ഇന്നും വിളിക്കാറില്ല. എന്റെ ഹിന്ദുസും കത്തോലിക്കക്കാരും യാക്കോബക്കാരും ഇങ്ങനെയുള്ളവർ മാത്രമേ എന്റെ സഭയ്ക്ക് എത്തുള്ളേ. കാരണം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഏതാ? വീണതിനെ, ആർക്കും വേണ്ടാത്തതിനെ, കഷ്ടതയുടെ നടുവിൽ കിടക്കുന്നതിനെ പരിപാലിക്കുക. അതിനും വലിയ സന്തോഷം വേണ്ടെന്ന്. അതാ പ്രിയ സഹോദരങ്ങളെ, അറിയപ്പെട്ടില്ലെങ്കിലോ, ആരും നമ്മളെ കണ്ടില്ലെങ്കിലോ, പലപ്പോഴും അനേക ശ്രേഷ്ഠ സഭകളൊക്കെ നിൽക്കുമ്പോൾ എന്നോട് നമ്മുടെ ഇവിടെ ഷാരോണില് ഞങ്ങൾ യുഎയിലാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലാണ് ആരാധന നടക്കുന്നത്. എന്റെ സ്വന്തം ഞങ്ങളുടെ വീട്ടിലായതുകൊണ്ട് എനിക്ക് ഹോളിൽ ഞങ്ങൾ കുറെ നാളായിട്ട് അപ്ലൈ ചെയ്തു, പക്ഷെ ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പേ ഷാരോണിലുള്ള റീജിയന്റെ പ്രസിഡന്റ് വിളിച്ചു. ഞങ്ങളുടെ അലയിലുള്ള ഷാരോണിന്റെ പാസ്റ്ററായിട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്റെ പ്രിയ എനിക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. ഒരു ഷാരോന്റെ പാസ്റ്ററായിട്ട് അവിടെ ഒരു പാസ്റ്റർ പദവിയും കിട്ടും, അവിടെ ചർച്ചും ഉണ്ട്, ഹോളും ഉണ്ട്. സന്തോഷത്തോടെ ഒരു നല്ല ഒരു പദവിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കാമായിരുന്നു. ദൈവം ഇരുന്നപ്പോ ഇല്ല, അതല്ല നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ. മുറിവേറ്റ് കിടക്കുന്ന അനേകരുണ്ട്. അവരിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ഇന്ന് പകൽ വിടേണ്ട ചിലതുണ്ട്. അതിനെ വിട്ടെങ്കിലേ നിനക്ക് അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകൽ ആ ഒരു ചിന്ത അകത്ത് ഭരിച്ചപ്പോൾ ഞാൻ ആ ഒരു ശ്രേഷ്ഠ പദവിയൊക്കെ എടുത്തു കളഞ്ഞു. കാരണം എനിക്കറിയാം നമ്മെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ദൈവം നമ്മെ മാനിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി ഞാൻ ഉയർത്തുന്നതല്ല വിഷയോ. മുറിവേറ്റതിനെ തേടി എന്റെ ഇടയൻ വന്നെങ്കിൽ, ആർക്കും വേണ്ടാത്തതിനെ തേടിയെങ്കിൽ, ഇന്ന് പകലും നമ്മെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയതാ. ഇന്ന് പകലും ആ വീണുപോയതിനെ നിങ്ങൾ ഒരിക്കലും കളിയാക്കാനോ പരിഹസിക്കാനോ അപമാനിക്കാനോ പോകരുത്. ആ വീണുപോയതിനെ ചേർത്ത് നിർത്തുക, അതിനെ ഉറപ്പിക്കുക, അതിനെ അപ്പന്റെ പാദപീഠത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. എങ്കിൽ നിങ്ങളെ
പോലെ ഭാഗ്യവാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. ഇന്നും ശത്രുവാകുന്നവൻ എല്ലാവരും വീഴ്ചകൊണ്ടിരിക്കുകയാ. എന്നാൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താ? വീണു പോയതിനെ ചേർത്ത് പിടിക്കുക, വീണു പോയതിനെ ചേർത്ത് പിടിക്കുക. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആഴമായി പറയുന്നേ, പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക. നോക്കി, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മളെ ചുറ്റിനുമുള്ളത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, സ്ഥിരതയോടെ. ഇന്ന് പകൽ പ്രിയ സ്നേഹിതരെ, ഒരു അനുഗ്രഹത്തിന്റെ മെസ്സേജ് ഒന്നുമല്ല ഞാൻ പ്രസംഗിക്കാറ്. എനിക്കറിയാം അനുഗ്രഹം അത് ദൈവം നൽകുന്നതാ. നമ്മൾ വിശ്വസത്തോടെ നിന്നാൽ കർത്താവ് എനിക്ക് എന്റെ അനുഭവമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. നിരവധി കഷ്ടതയുടെ കഠിന ശോധനകളിലൂടെ പോയിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി കത്തോലിക്ക കുടുംബം ഞാൻ 20-ാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് ഇറങ്ങിയ സമയങ്ങളിലൊക്കെ പ്രതിസന്ധികളും, ജോലിയില്ലാതെ ഭാരവും, ജോലി നഷ്ടപ്പെട്ടതും, നിരവധി കഷ്ടതയുടെ കഠിന ശോധനകൾ, അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം അതിന്റെ പുറകിലും നിന്നതുകൊണ്ട് എന്നെ ഉയർത്തിയൊരു ദൈവമുണ്ട്. ഉയർത്തേണ്ടതിന് മറ്റെവിടെ പോകേണ്ടി വന്നിട്ടില്ല. അപ്പന്റെ പാദപീഠത്തോട് ചേർന്നിരിക്കുമ്പോൾ അറിയാതെ നമ്മൾ പോലും അറിയാത്ത വഴികൾ തുറന്ന് നമ്മെ ഉയർത്തുവാൻ നമ്മുടെ ദൈവശക്തനാ. നമ്മൾ ഉയരേണ്ടതിന് നമ്മൾ സ്വന്തം വഴി ആലോചിച്ച് പോകേണ്ട സ്നേഹിത, ഇന്ന് പകൽ അവന്റെ പാദപീഠത്തിൽ ഇരുന്നാ മതി. നിന്നെ ഉയർത്തേണ്ടതുപോലെ, നിന്നെ മാനിക്കേണ്ടതുപോലെ വെളിമ്പറമ്പിൽ കിടന്ന കൽപാത്രമാ, ആരാലും അറിയപ്പെടാതെ കിടന്ന കൽപാത്രമാ. സമയമായപ്പോൾ ആർക്കും വേണ്ടാത്ത കൽപാത്രത്തെ അകത്തെ കൊണ്ടുവന്ന് അതിനെ കഴുകി വെടിപ്പാക്കി അതിൽ പച്ചവെള്ളത്തെ നിറച്ച് അവിടെ വന്നവർക്ക് മുഴുവൻ വിളമ്പത്തക്ക വിധത്തിൽ ഏറ്റവും മനോഹരമായ പാത്രമാക്കി അതിനെ മാറ്റുവാൻ കഴിയുന്നു എങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ വിഷയം നിസ്സാരമാ. പക്ഷെ ആ ഒരു വെളിപ്പാടകത്ത് കത്തണം. നമ്മുടെ അകത്ത് ആ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോഴേ ആ വെളിപ്പാട് കാണാൻ കഴിയുള്ളൂ. വെളിപ്പാട് കാണണമെങ്കിൽ ഹൃദയം ഒന്ന് തുറക്കട്ടെ. ഇന്ന് മകൾ കണ്ണുകളെല്ലാം ദൈവസ്ഥലിലേക്ക് അടയാം. സമയം തീർന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ സാത്താന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കേണ്ടതിനുള്ള അതിനു വേണ്ടി എന്റെ ദൈവമേ, ദൈവസഭയെ, ദൈവ കുടുംബങ്ങൾ, ദൈവ സഭയായിരിക്കുന്ന കുടുംബത്തില് ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. ഇന്ന് പകൽ അവിടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ, ദൈവം ഏൽപ്പിച്ച ദൈവിക പദവികളുടെ മഹത്വം അറിയുവാൻ, ശത്രുവാകുന്നവൻ തള്ളിയിട്ട അനേക ജീവിതങ്ങളെ ആ തള്ളിയിട്ടതിനെ കർത്താവിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ഒരു നല്ല പാത്രമായിട്ട് എന്നെ ഒന്ന് പുറത്തെടുക്കണം കർത്താവ്. ഇന്ന് മുതൽ ഒരു പ്രത്യേക ഒരു ഉണർവ് എന്നിലേക്ക് വെളിപ്പെട്ട കർത്താവ്. എന്റെ ആ ഒതുങ്ങിയ ചിന്താഗതികൾ, അനേക നാളുകളിൽ ഒതുങ്ങിയിരിക്കുന്ന ചിന്താഗതികളൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു വിശാലമായ ചിന്താഗതികൾ എന്നിലേക്ക് ദൈവം തരട്ടെ കർത്താവ്. ഇന്ന് മുതൽ ഒരു പുത്തൻ അനുഭവം, ഒരു നിറവിന്റെ അനുഭവം, ക്രിസ്ത്യ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവം ഏൽപ്പിച്ചതിനെ ചെയ്യുവാനുള്ള ഒരു വലിയൊരു താല്പര്യം എന്റെ അകത്തേക്ക് ദൈവം നൽകട്ടെ കർത്താവ്. ഈ പ്രഭാതത്തിൽ ദൈവസഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റിനുമുള്ളത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക, സ്ഥിരതയോടെ ഓടുക. നിങ്ങൾക്ക് ഓടാൻ കഴിയുന്നില്ലേ? ഇതുവരെയും നിങ്ങൾ ഓടിയിട്ട് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടൊന്ന് ഓട്ടം തികയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് അതിന്റെ അടുത്ത പദം എഴുതി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. എത്ര ആഴമായിട്ട് പൗലോസ്, എത്ര അത് വായിക്കുമെന്ന് നമുക്കറിയത്തില്ലേ? ആ വാക്കുകളുടെയൊക്കെ വെളിപ്പാടിന്റെ ആധിക്യം എത്രയോ വലിയതാ. എൻ്റെ പ്രിയ സഹോദരൻ, വചനത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കണം. പ്രാർത്ഥിക്കും. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. നിങ്ങൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം മനശ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ ക്രൂശിനെ സഹിച്ചു, ആ കഷ്ടതയെ സഹിച്ചു, ആ വേദന സഹിച്ചു. എന്തിനു വേണ്ടി? തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. എന്ന് വെച്ചാൽ ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിക്കുമ്പോഴും പലപ്പോഴും സഹിക്കേണ്ടി വരും, നിന്ദകൾ ഏൽക്കേണ്ടി വരും, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി
നിൽക്കേണ്ടി വരും. ഇതൊക്കെ ഏൽക്കുമ്പോഴും നമ്മുടെ അകത്തൊരു പ്രത്യാശ എന്തായിരിക്കണോ? ഈ ഈ നിലനിൽക്കുന്ന ഈ അല്പകാലത്തെ ആയുസല്ല, ഇതിനപ്പുറം ഒരു സന്തോഷം എനിക്കുണ്ട്. ഇതിനപ്പുറം എനിക്കൊരു സന്തോഷമുണ്ട്. ഈ കാലഘട്ടം ഒന്ന് ഏറിപ്പോയി നമ്മൾ ഒരു 30 വർഷം ജീവിക്കും, അല്ലെങ്കിൽ ഒരു 40 വർഷം ഈ ലോകത്ത് ജീവിക്കും. എന്നാൽ ഈ 40 വർഷമോ 30 വർഷമോ അല്ല, അതിനപ്പുറത്തൊരു നിത്യമായ സന്തോഷമുണ്ട്, നിത്യമായ ഒരു ആനന്ദകരമായ ഒരു ജീവിതമുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കാം. 6 അടി മണ്ണിൽ ഒതുങ്ങുന്ന ഒരു ജീവിതമായി തീരല്ലേ. മണ്ണിനപ്പുറം നിത്യമായൊരു ജീവിതമുണ്ട്. ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലോ തീയതാകിലോ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുന്നൊരു ദിവസമുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ ചിന്ത നിങ്ങളുടെ അകത്ത് ഭരിക്കണം. ഈ ലോകമല്ല, ഈ മണ്ണല്ല വരുത്, മണ്ണിനപ്പുറം ന്യായാസനത്തിന് മുൻപാകെ ഞാൻ നിൽക്കേണ്ടി വരൂ. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളെ തമ്മിൽ വേർതിരിക്കുന്ന പോലെ തന്റെ ജനത്തെ അവർ വേർതിരിക്കുമ്പോൾ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയ രാജ്യം അവകാശമാക്കിക്കൊള്ളുവേ എന്നുള്ള ഇമ്പമേറിയ ശബ്ദം വെളിപ്പെടുമ്പോൾ ആ രാജ്യം പ്രാപിക്കുവാൻ, ഓ ഇളകാത്ത രാജ്യോ, ഇളകിപ്പോകുന്ന ഈ ലോകത്തെ ഈ ലോകമല്ല, ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് ഞാൻ പോരാടോ. എന്തിനു വേണ്ടി? പാപത്തോടും പ്രാണത്യാഗത്തോളം പോരാടോ. ആ ഇളകാത്ത രാജ്യത്തെ പ്രവേശിക്കേണ്ടതിന് ഞാൻ പോരാടോ. പിശാചിന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കൂ അന്ത്യം വരെ. ഇനി പ്രാണൻ പോകുന്ന സമയം വരെ, ജീവൻ പോകേണ്ടി വന്നാലോ ഞാൻ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്തും നിന്ന് ഞാൻ ആ ജീവ കിരീടം പ്രാപിക്കൂ. എനിക്ക് വേണ്ടി ദൈവമൊരുക്കിയ അവകാശം ഞാൻ പ്രാപിച്ചെടുക്കും. ആ ഒരു പ്രത്യാശ നമ്മുടെ അകത്ത് ഭരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമായി തീരട്ടെ. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. എതിർത്ത് നിൽക്കുക നിങ്ങൾ. അനുഗ്രഹമൊക്കെ ദൈവം തരും നിങ്ങൾക്ക്. അനുഗ്രഹമൊക്കെ ദൈവം, എൻ്റെ അനുഭവത്തെ ഞാൻ പറയുന്നത്, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അതിന് വലിയ ദൂതുകളുടെ പുറകെ ഒന്നും പോകണ്ട. ദൈവം നിങ്ങളെ മാനിക്കും, ഐശ്വര്യമായിട്ട് മാനിക്കും. എതിർത്ത് നിൽക്കുക, എതിർത്ത് നിൽക്കുക പാപത്തോട്. ദൈവത്തോട് കൂടെ നടപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.